guys, welcome back to Meet Us. This challenge Guess the Food by Shadow Challenge. Yay! പുതിയ ബുട്ട് ക്യാമ്പിലെ ആദ്യത്തെ ഫുഡ് ചലഞ്ച് നടത്തിക്കൊണ്ട് മിന്നിച്ചേക്കണ സാറേ എന്നല്ലേ അതിലൊന്നല്ല കാര്യം വീടിലല്ല കാര്യം റോഡ് ലക്കില കാര്യം നാളേതാ ഞാൻ ഇപ്പൊ പറഞ്ഞു ഉത്തരം നീ ഗണിയനാ കണി മുട്ടിക്കഴിഞ്ഞോണ്ടല്ലോ ഒരു വിഷയമുണ്ട് മരിച്ചു അത് മുട്ടിക്കാണ്ടിരിക്കും വല്ല ഇതുണ്ട് അങ്ങനല്ല ഇത് മുട്ടി കഴിഞ്ഞാൽ ലവ് മാരേജ് അങ്ങനല്ല ഇത് ഇവിടെ എന്റെ ഉണ്ടല്ലോ മുട്ടി കഴിഞ്ഞാൽ ബ്രോ മരിച്ചു അപ്പൊ അതുവരെ ജീവിക്കാം കത്തിയൊന്നും എടുക്കണ്ട കേട്ടോ എങ്ങാനും വെട്ടുവിടാലോ തീർന്നു ബ്രോ ഞാൻ മരിച്ചു അല്ല ഇതിങ്ങനെയാണ് മരിച്ചത് നീ നാളെ മരിക്കും എന്തായാലും ആയില്ലേ കൊല്ലാം ഇല്ല എന്നെ ഒന്നും കാണിക്കില്ല മരണമില്ല ചിരഞ്ജീവിയാണ് ഇവിടെ വരെ എത്തുന്നുണ്ട് ഇനിയും ഭൂമിക്ക് ഭാരമായിട്ട് കണ്ടില്ലേ തന്നെ കണ്ടില്ലേ ശരി കേട്ടോ ഇവിടെ ഇവിടുന്ന് ഇങ്ങനെ പോകേണ്ട തന്നെ ഇവിടുന്ന് വഴി കഴിച്ചാ പോണേ ചലഞ്ച് എടുത്തിട്ട് വീഡിയോയിലേക്ക് ഗൈസിനൊരു കാര്യം പറയാനുള്ളത് കഴിഞ്ഞ ചലഞ്ചിൽ എനിക്ക് റിഫ്ലക്ഷനും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഞാനത് കറക്റ്റ് ആലോചിച്ചിട്ട് പറഞ്ഞ സംഭവമാണ് ഇവരെല്ലാരും നിനക്ക് മാത്രം ചൊറിയും ചെക്ക് ചെയ്ത് അവിടെ ഒരു റിഫ്ലക്ഷൻ പോലും ഇല്ല പിന്നെ ഈ പേർലിയുടെ കേസ് എങ്ങനെ ഇത് എല്ലാ കാറ്റഗറി ഞാൻ മറ്റേ മെസ്സി റൊണാൾഡോ പറഞ്ഞപ്പോ ഏതൊക്കെ കാറ്റഗറി ഉള്ളു എനിക്ക് മനസ്സിലായത് ഞാൻ പറയാം ഞാനറിയാം അപ്പൊ എത്ര കാറ്റഗറി ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാവും അപ്പൊ ആ കാറ്റഗറിയില് ആക്ടറാന്ന് പറഞ്ഞു അത് എനിക്ക് മനസ്സിലാവും ആക്ട്രസ് ആണ് പിന്നെ ഇവൻ പറഞ്ഞു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടെന്ന് അപ്പൊ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള ഈ കാറ്റഗറി അല്ലാത്ത ഒന്നെങ്കിൽ സിംഗേഴ്സ് ആയിരിക്കണം ഞാൻ സിംഗർ ആണെന്ന് ചോദിച്ചു സിംഗർ അല്ലാന്ന് പറഞ്ഞു ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കാറ്റഗറി ആയിരിക്കണം പിന്നെ ഉള്ളത് യൂട്യൂബേഴ്സ് ആണ് പിന്നെ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളത് അതിനെ കുറച്ച് പ്രസിദ്ധമായിട്ടുള്ളത് പേർലിമാണ് അതുകൊണ്ടാണ് ഞാൻ പേർലിമാണ് നമ്മുടെ ക്രൂ അവിടുന്ന് ഒരു ഷാഡോ കാണിച്ചു അത് ഫുഡ് ഐറ്റം ആയിരിക്കും അത് ഏതാണ് നമ്മൾ കറക്റ്റ് ഗസ് ചെയ്യാം അല്ല ഒറ്റ ഗസ് അത് ഗസ് ചെയ്യണ ആരാണോ അവർക്ക് ആ ഫുഡ് ഐറ്റം കിട്ടും പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കഴിഞ്ഞ ചലഞ്ചിൽ ഞാൻ കളിച്ചിട്ടില്ല അല്ല ഫോട്ടോ ഷാഡോ ലേസ് അല്ല ബിസ്ക്കറ്റ് ഓ കഴിഞ്ഞു പറയാണ്ട് ശരിക്കാതെ ഡോറിറ്റോസ് അടുത്ത ചാൻസ് അല്ലേ ഓറിയോ പ്രിംഗിൾസ് ശരിക്കും പറഞ്ഞാലോ എനിക്കറിയാന്നുള്ള പിങ്കിൾസ് ഇത്രയും നീളമുള്ള പിങ്കിൾസ് അതാ ഞാൻ ആദ്യമേ പറയായിരുന്നു ഞാൻ അതേ കഴിച്ചിട്ടുള്ളൂ മസാല ഇതിന് 53 രൂപയല്ലേ നഷ്ടം കേട്ടോ നിങ്ങൾക്ക് എന്തിനാ ഇതിനകത്ത് പിടിക്കുന്നത് 53 രൂപയ്ക്ക് നഷ്ടം ഇതൊക്കെ കൊള്ളാം ഇതിന്റെ അടിയിൽ അച്ചാറുണ്ട് അതറിയില്ല ഇതിന്റെ അടിയിലുണ്ട് അത് തുറക്കണേ മാങ്ങച്ചാർ ഇതിന്റെ ഉള്ളിൽ തുറക്കണമെങ്കിൽ നമുക്കിങ്ങനെ ഇതെടുത്ത് കഴിക്കാൻ കൊണ്ടടാ കൊള്ളാം സാധനം കൊള്ളാം ചുമ്മാ റീൽസിനെ പറ്റി കള്ളത്തരം പറയണേ ഞാൻ റീൽസ് കണ്ടാ എന്താ റീൽസ് കാണാൻ എല്ലാം ശരിയാണോ എന്ന് പറഞ്ഞ രണ്ടാമത്തെ എന്റെ ഈ പ്രിങ്കിൾസ് ബ്രോയുടെ കണ്ണാടി എനിക്ക് തരുമോ കണ്ണാടി വെച്ച് ഇച്ചിരി ഭംഗി വെക്കണ്ട നിനക്ക് കണ്ണാടി കണ്ണി വെക്കാനുള്ള പണ്ടത്തെ സിനിമയിലൊക്കെ മറ്റേ മോഹൻലാലിന്റെ അച്ഛൻ വരെ വെച്ചോണ്ടിരുന്ന കണ്ണാടിയാണ്
ഞാൻ ഇല്ല, വേണ്ട വേണ്ട. Bro, ഇത് എത്ര ബക്സ് ആയി കാണും ഇതൊരു 2200 bucks. അത്ര ഉള്ളൂ. ഞാൻ പക്ഷേ എത്ര ഉള്ളൂ വയസ്സന്മാര് വെക്കുന്നതെന്ന് ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ആയിക്കോട്ടെ. ഒന്ന് തിന്നാ എന്തെങ്കിലുമൊക്കെ വിശക്ക്. അതെ ഒന്ന് പെട്ടെന്ന് കഴിക്കോ. എന്ത്? ആരെ വിളിക്കുന്നു? ബാക്കി ഞാൻ കഴിക്കാം. ഇല്ല കുഴപ്പമില്ല. ഞാൻ കഴിച്ചോട്ടെ, നീ കഴിച്ചോടാ. കഴിച്ചോ. കഴിക്കണോ? വേണ്ടത് ഞാൻ കുടിക്കണം. ഇല്ല, അവൻ കഴിച്ച് കഴിഞ്ഞാൽ അപ്പൊ എന്തായാലും നമുക്ക് നേരെ നെക്സ്റ്റ് റൗണ്ടിലേക്ക് പോവാം. ഓറിയോ. മഞ്ച മിൽക്കി ബാർ ബിസ്ക്കറ്റ് ആണ്. ഇത് മതി കേക്കാണോ? കേക്കിന്റെ പൊതിയാണോ? കമ്പനി അറിയില്ല, കേക്കിന്റെ പൊതി എന്തായാലും. അങ്ങനെ ഒന്നും പറയാറില്ല. കേക്ക് എന്ന് പറ. ആ കേക്ക് പറയട്ടെ? നിങ്ങളുടെ 5 സ്റ്റാർ. 5 star. സ്നിക്കേഴ്സ് ആണോ? സ്നിക്കേഴ്സ് SNICKERS. പെർക്ക്. വാഫേഴ്സ് വേഫേഴ്സ് എന്താണ് അതിന്റെ പേര്? എന്തോ പറഞ്ഞു ബിസ്ക്കറ്റ് ആണോ അത്? ബിസ്ക്കറ്റ് ആണോ മിഠായാണോ? അതൊന്നും പറയുന്നില്ല. ബ്രോ ഭയങ്കര ഡിലേ ആണല്ലോ, എന്താണ്? ആ കണ്ണാടി വെച്ചിട്ട് നോക്കിട്ട് പറ. കണ്ണാടി മേടിച്ച് ഇവിടെ തൂക്കാൻ വേണ്ടിയായിരുന്നു. ഇങ്ങനെ തൂക്കിട്ടാണ് ഒരു ബൗണ്ടിയോ? അങ്ങനെ ചുമ്മാ പറയാൻ പറ്റില്ല. കൊറേ ചലഞ്ചിൽ ഇങ്ങനത്തെ കള്ളക്കളിയൊന്നും ഇവിടെ നടക്കൂല കേട്ടാ. ബിസ്ക്കറ്റ് ആണോ? ഇനി പറയട്ടെ പറയട്ടെ ഡിസ്കോഫ് പറയട്ടെ. മിൽക്ക് ബിക്കീസ്. ബോർബോൺ. അടി ബൊമ്മാല ബൊമ്മാല ഞമ്മ തേനിക്ക് ബർബോൺ. ഇറ്റ്സ് ബോർബോൺ ബ്രോ. ബോർബോൺ എന്ന് പറയില്ലടാ. ബോബോൺ ബോർബോൺ ബോർബോൺ. ബോബോൺ കുറയ്ക്കല്ലേ ബ്രോ? ബോബോൺ അങ്ങനെ പറയും. കുറയ്ക്കല്ലേ ബ്രോ? എന്തിനാണ് ഇങ്ങനെ അങ്ങനെ എങ്ങനെ പേക്കണത്? പട്ടീനെ ഒന്നും ആക്കിയിട്ട് സാമ്യം ആക്കേണ്ട കാര്യമില്ല ഒരു മനുഷ്യനെ. അതൊക്കെ കാണിക്കുന്നത് ഭയങ്കര മോശമായിട്ടുള്ള ബോബോ എന്ന് പറഞ്ഞാൽ ബോബോൺ എന്നല്ലേ പട്ടിക്ക് പ്രശ്നമല്ല. പട്ടിയായിട്ട് ഒരു മനുഷ്യൻ കമ്പയർ ചെയ്യുന്നത് കമ്പയർ വിത്ത് നിന്റെ ഈ എന്റെ ചിന്താഗതി അവൻ ബോർബോൺ എന്ന് പറഞ്ഞപ്പോ എന്തിനാണ് പട്ടീനെ കുറിച്ച് ഞാൻ പറഞ്ഞത് പട്ടികളാണ് ചെയ്യണത്. മനസ്സിലായോ? ഇത് ബോർബോൺ. കൊരക്കല്ലേ എന്ന് പറയുന്നതൊക്കെ ഭയങ്കര മോശമായിട്ടുള്ള ഇപ്പൊ എങ്ങനെ പറഞ്ഞു ബ്രോ? കൊരക്കല്ലേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊരക്കാരിടോ അത്രയുള്ളോ? ചെറിയ ചെറിയ കാര്യങ്ങൾ. കൊര നിർത്തിയോ? നിർത്തിയല്ലോ. ഇല്ല പിടിക്കണില്ല നീ കിട്ടണത്. തനിക്ക് കിട്ടണ എനിക്ക് എന്തിനാ കുഴപ്പം? ഞാനല്ലേ കാസ്റ്റത്തെ കഴിച്ച. ഇതില് പഞ്ചസാര ബ്രോ എന്തിനാ എടുക്കുന്നത്? പഞ്ചസാര ഉണ്ട്, എനിക്കറിയത്തില്ല. എനിക്കറിയത്തില്ല. ഞാൻ ഈ ഡോട്ട് എന്തിനാ വെച്ചേക്കുന്നത്? അത് ഓരോ ബിസ്ക്കറ്റിന് ഓരോ ഡിസൈൻ ഉണ്ട്. എന്നറിയില്ല. ഇല്ല കഴി കേറ്റ് ബ്രോ ഇത് പൊളിച്ചു. പണ്ടൊക്കെ വൈവായി ഇപ്പോഴും ചെയ്യല്ലാരും. എല്ലാം ചെയ്യും, ഞാനും ചെയ്യും. പറഞ്ഞപ്പോ നക്കില്ല. ഞാൻ ആ ക്രീം കഴിക്കണം. നക്കിയിട്ട് വേണം അടിക്കാൻ. കഴിക്കണം. അതാണ് അതിന്റെ ഒരു വൈബ്. ഞാൻ അങ്ങനെ കഴിക്കണം. മറ്റേ പാലിനകത്ത് ഇങ്ങനെ മുക്കണം കഴിക്കണം. അത് ഓറിയോ മണ്ട. അല്ല എല്ലാ ബിസ്ക്കറ്റും കഴിക്കും. എല്ലാ ബിസ്ക്കറ്റും എന്ത് ഓറിയോ മാത്രം പാലിൽ വെച്ച് കഴിക്കാവൂ? ബാക്കി എല്ലാരും അച്ചാർ മുക്കി തിന്നുന്നേ. സമ്മതിച്ചോ? തൃശ്ശൂരിൽ അങ്ങനെയാണ്. അച്ചാർ മുക്കി തിന്നുന്നത്. അല്ല അവിടെ പിണ്ട സോറി ആദ്യം ഇങ്ങനെ പൊളിച്ചിട്ട് അടച്ചിട്ട് പാല് ബ്രോ ഒന്ന് പെട്ടെന്ന് തിന്നാവോ? എനിക്ക് എന്തെങ്കിലും കണ്ടുപിടിച്ചിട്ട് തിന്നണം. വിശക്കുന്നത്. ഞാൻ ചത്തിരിക്കും. ഞാൻ ശരിക്കും പറയുന്നത് ഉച്ചക്കൊന്നും കഴിച്ചില്ലേ. അങ്ങനല്ല സംഭവം. അങ്ങനെയല്ല. ഇവൻ നമ്മൾ ഉച്ചയ്ക്ക് കഴിക്കാൻ പോയപ്പോഴത്തേക്ക് ഫുഡ് കഴിക്കാൻ പറ്റില്ലേ? അപ്പോൾ പറഞ്ഞു എനിക്ക് വിശക്കാനുള്ള ഞാൻ കുറച്ച് മുമ്പ് കഴിച്ചെന്ന്. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു നിനക്ക് കുറച്ച് കഴിയുമ്പോൾ എന്തായാലും വിശക്കും, നീ ഇപ്പോൾ ഒന്ന് വന്ന് കഴിച്ചോ പറഞ്ഞു. എനിക്ക് വേണ്ട കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇരുന്ന. അപ്പോൾ നീ വിശക്കുന്ന പറഞ്ഞറിയോ? ഇവിടെ കിടന്ന് നീ കിടന്ന് ബഹളം വെക്കലെന്ന് എന്നെ ഡോം പറഞ്ഞു. എന്തായാലും ബഹളം വെച്ചു ഒരെണ്ണം തരും. കഴിച്ചോടാ. അടുത്ത കിട്ടുന്ന സാധനങ്ങൾ തന്നാ മതി. എനിക്ക് തിന്നാൻ ഇഷ്ടം. എനിക്ക്
Guys, നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് പോകാം. ലെറ്റ്സ് ഗോ. ഫോട്ടോ പോരട്ടെ. Puffs. എന്ത് പപ്സ് എന്ന് പറയണ്ടേ? ഓ പിന്നെ എഗ് പഫ്സ്. അതെന്തോ One, puffs, puffs. two, three. അവിടെ കാണിച്ചു. അപ്പൊ ഗൈസ് നമ്മളെ കൊമ്പന് കിട്ടിക്കുന്ന നല്ല ചൂട് പപ്സ് ആണ്. തൊടരുത് എന്റെ പൂട് ചൂട് പപ്സ് എന്ന് പറയാ. ചൂടുണ്ട് ചൂടുണ്ടോ? ഈ സമയത്തും ചൂട്. അതുകൊണ്ടാണ് എന്റെ കൈ ചൂടായിരുന്നു ആ പ്ലേറ്റിന് മേലെ ഇരുന്നോണ്ടോ. ഒരു 10 എത്ര കൊടുക്കാൻ പറ്റും? വൈറ്റിലെ പപ്സിന്റെ അത്ര എത്തിയില്ല കേട്ടോ. ഇല്ല. ഞാനെന്താ ബേക്കറി നമ്മൾ കലൂരിന്ന് പറഞ്ഞു ഗൈസ്, നമ്മൾ കലൂരിലുണ്ട്. കല്ലൂരാണ് നമ്മുടെ സ്ഥലം. സ്റ്റേഡിയത്തിൽ വന്നിട്ട് ആര് മെസ്സേജ് ഇട്ടാലും അവൈലബിൾ ബ്രോ അവൈലബിൾ ഫോർ എന്തെങ്കിലും ഡ്യൂട്ടി കാണാനുണ്ടോ? കോൾ ബോയ് ആയിട്ടുമല്ലോ. ആ ഉണ്ട്, സ്നേഹത്തിന് മാത്രം. ചേട്ടന്മാരാണേലും ഓക്കെ അല്ലേ? അതിനുണ്ട് ഞാൻ പറയാം, ഇത് ഞാൻ എത്ര കൊടുക്കുന്ന അറിയാമോ? 5 എന്താണ് ഇതിന്റെ കുറവ്? പറയൂ. കുറവെന്ന് പറഞ്ഞാ മസാല മസാലയില്ല. കുറവിന്റെ അല്ല, മണം മസാല ടേസ്റ്റ്. മണം കിട്ടി. നമുക്ക് അടുത്ത പപ്സ് പക്ഷെ ബ്രോ ആനന്ദരെ പപ്സ് കൂട് പപ്സ് അത് ഒരു ക്രിസ്പി ഒക്കെ ആയിട്ടുണ്ട്. ഞാൻ പറയട്ടെ, പപ്സ് പാട്ടിൽ ഞാൻ ഇതുവരെ കഴിച്ചില്ല കേട്ടോ. നീ കഴിച്ചല്ലേ? ഞാൻ ബ്രോക്കാണോ പപ്സ് വേണോ? വേണം. ഞാൻ കണ്ണടി വെച്ച് ഇല്ലല്ലേ ബ്രോ നമുക്ക് എനിക്ക് ഒറ്റയ്ക്ക് മേടിച്ചിട്ടുണ്ട് ഇവിടെ എന്തെങ്കിലും ഇവൻ എല്ലാവരും കൂടെ മേടിച്ചിട്ടുണ്ട്. വലിയൊരു കണക്ക് പുസ്തകം തന്നെ അല്ല പപ്സ് ലൈം എന്തിനായിരുന്നു? എല്ലാം മേടിച്ച് തരാന്ന് പറഞ്ഞല്ലോ. ഇതൊക്കെ ചിന്ന എന്തിനായിരുന്നു അത്? എന്തിനൊക്കെയാണെന്നുണ്ടെങ്കിൽ ബൈക്ക് അങ്ങോട്ട് എടുത്ത് വെക്കണം, തുണി അങ്ങോട്ട് എടുത്ത് വെക്കണേ. മെയിൻ കാരണം എന്തോ ടെലിഗ്രാം. എന്നാ വേറെ കാര്യം ഞാൻ പറഞ്ഞേട്ടാ. എന്തിനാ മേടിച്ചെന്ന് സിനിമയ്ക്ക് വേണ്ടി അല്ലേ? ടെലിഗ്രാമിൽ പടം അയച്ചു കൊടുക്കാം. Guys, let's go to the next round. പെപ്സി, Fanta. അടിബൊമ്മാലേ ബൊമ്മാലേ അല്ലേ? പാണ്ടാണോ? അങ്ങനെ ഒരു ഫയൽ തണുക്കാത്ത സാധനം കിട്ടിയിട്ടുണ്ട്. നന്നായിക്കോളെ. ഈ ഷേപ്പില് ഫാൻറ്റ മാത്രം ഉള്ളൂടാ. ഇല്ല ബ്രോയോ ഉണ്ടല്ലോ, ബ്രോയുടെ വടുവെടുത്ത ശരീരം പറയല്ല. അത് ഈ സീപ്പ് ഇവിടെ. ഇത് കാലത്തോടാ ബ്രോയുടെ വയറ് ഫുഡായിട്ട് ഇങ്ങനെ ഇത്രയും പറഞ്ഞു. ഇത് ജസ്റ്റ് ശരിയാ. ബ്രോ ഇത്രയും പറഞ്ഞിക്കല്ലേ. പരസ്യത്തിനകത്ത് അഭിനയിക്കുന്ന ഇതൊന്നും എടുത്ത് ആടാക്കല്ലേ, നമ്മൾ കോപ്പറേറ്റ് വരും. ഇറ്റ്സ് ഗ്രേറ്റ് ഓറഞ്ച് ടേസ്റ്റ്. ഇവിടെ എഴുതിയിട്ടുണ്ട്. ഒറിജിനൽ ഫ്ലേവർ ഗ്രേറ്റ് ഓറഞ്ച്. ഞാൻ വായിച്ചോളൂ ഗ്രേറ്റ് ഓറഞ്ച് ടേസ്റ്റ്. ഞാനായിട്ട് നാരങ്ങ അല്ല അത് പിന്നെ അവിടെ കിഴിക്കുക കേട്ടാ. കൊടു ബാത്റൂമിൽ കഴിയുന്ന ഒരു സാധനം ഉണ്ടല്ലോ. ഇത് ഈ ഡ്രിങ്ക്സില് ഏറ്റവും കൂടുതൽ വിഷമുള്ളത് ഫാൻറ്റയാണ്. ഞാൻ കുടിക്കാം. സീരിയസ്ലി ഫാൻറ്റയുടെ പെർസെന്റേജ് ആണ് ഏറ്റവും കൂടുതൽ. ഇതിന്റെ വൈറ്റ് ഇല്ലേ അതിനേക്കാളും കൂടുതലാണ് ഫാൻറ്റ. വേറെ വേറെയാണോ? ഒരു വീട്ടിൽ നോട്ടെ. അതെ, കൊക്കക്കോളൊക്കെ പെപ്സിക്കോടെയാണ്. ഇത് ഏതൊക്കെ നിങ്ങൾക്ക് അറിയില്ല. പക്ഷെ ഫാൻറ്റയാണ് ഏറ്റവും കൂടുതൽ ഇതുള്ളത്. ഞാൻ ഇത് നോക്കി ഫാൻറ്റയാണ് മിറിൻഡയാണോ ഇപ്പൊ പറയാൻ പറ്റും. കൊക്കക്കോള ഏറ്റവും കൂടുതൽ ഉണ്ടായത്, അതുകൊണ്ടാണ് കൊക്കക്കോള ബാൻ ചെയ്തിട്ടുണ്ട്. അതല്ല ഫാൻറ്റയാണ്. ഐ മീൻ കൊക്കക്കോള എന്ന് പറഞ്ഞ ഡ്രിങ്ക് ഉണ്ട്, ഫാൻ അത് കൂടിയിരിക്കുന്നു. വാങ്ങുമ്പോ ഫാൻറ്റ ഒഴിവായിക്കോട്ടെ. നല്ല ടേസ്റ്റാ. സോ ഗൈസ്, അപ്പോൾ എന്തായാലും നമുക്ക് നേരെ നെക്സ്റ്റ് റൗണ്ടിലേക്ക് ലെറ്റ്സ് ഗോ. ഗൈസ്, അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ഫൈനൽ റൗണ്ട് കാണിക്കൂ. മാറി കാണില്ല. ഇത് ടീഷർട്ടാണല്ലോ. ഇതാണ് സാധനം. പിസ്സ, അൽഫാം,
കുഴിമന്തി റൗണ്ടിലിരിക്കണത് ആ ചുറ്റും മറ്റേ സവാള ഇത് ബിരിയാണി നടുവില് മറ്റേ ചിക്കൻ ഇരിക്കണത്. ആണെന്ന് പറയല്ലേ ആണെന്ന് പറയല്ലേ ആണോ ഗൈസ്? അങ്ങനെ മന്തി വന്ന് എന്താ അവിടുന്ന് പാത്രം കൊണ്ടുവരുന്നു. കഴിക്കുന്ന ഇവിടെ ചടിക്കില്ല ഇവിടെ ചടിക്കില്ല തന്റെ കാല് വെച്ചിട്ട് അവിടെ നിന്ന് ആ സൈഡിൽ കൂടെ പോകും. എനിക്കിതൊന്നും കാണാൻ വയ്യേ. കണ്ണടച്ച് വെച്ചു. നല്ല ധൈര്യം വേണം ഇവിടെ ഇപ്പൊ ചടങ്ങ ബ്രോ പറഞ്ഞത് ശരിക്കും കേട്ടോ. പണ്ടത്തെ ദൂരെ അല്ലേ ബ്രോ? എന്താ പറഞ്ഞ കണ്ണാടി ഊരി വെച്ചാൽ മതി. ഇതെന്താടാ ഇതോ മോരാണോ? ആ മൂരിയറിയ തൈരാ തൈര് ഓരോ തൈര പച്ചമോരാ തോന്നുന്നു. എങ്ങനെയുണ്ടാ ഭക്ഷണം കലൂരിലെ? ഇത് കലൂരിലെ മന്തിയാ, കുഴിമന്തി. പീസൊന്നും ഉണ്ടോ ബ്രോ? ഒരു പീസ് ഈ കണ്ണടിച്ചിട്ട് മാസായിട്ട് അങ്ങ് അപ്പൊ എന്താ വിശക്കുന്നുണ്ടല്ലേ? എനിക്ക് ഭയങ്കരമായിട്ട് വിശക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ വിശക്കുന്നില്ല, ഞാൻ ഉച്ചക്ക് കഴിച്ചതാ. സൗണ്ട് ഇവിടെയാണ് ഇവിടെ കണ്ണാടി വേണ്ടായിരുന്നോ? കണ്ണാടി വെച്ചോട് ബ്രോ. കണ്ണാടി കണ്ണാടി വെച്ചാൽ ബ്രോയല്ലേ പറഞ്ഞത് കിട്ടില്ല സാധനമാണ്. വിന്റേജ് ആണ് അന്ന് ഈ മന്തി എനിക്കാണെങ്കിലോ കഴിക്കാൻ പാടും. ക്രൂവിന് കൊടുക്കാം, ക്രൂവിന് ഫുഡ് കൊടുക്കുമോ? അത് ഈ ഗെയിം കഴിഞ്ഞിട്ട് നന്മയുള്ള ജെക്ടർ ഞാൻ ക്രൂന് കൊടുക്കാറുള്ളൂ. അത് അണ്ടർ 3 സെക്കൻഡ് റൂളാണോ? ഇത് കഴിച്ചു നോക്ക്. അണ്ടർ 3 സെക്കൻഡ് റൂൾ അറിയില്ല. നമ്മള് ഇപ്പൊ ഈ ഒരു സാധനം താഴെ വീണു, 1 2 3 3 കഴിക്കാം. താഴെ മന്തിക്കകത്ത് വീണെന്നാണോ നിലത്ത് വീണെന്നാണോ? നിലത്ത് വീണാലും കുഴപ്പമില്ല. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, കോഴിക്കാട്ട് കിടക്കുമെന്ന് വെച്ചോ, കോഴിക്കാട്ടത്തിലേക്ക് വീണെങ്കിലോ എടുത്ത് കഴിക്കില്ല. പിന്നെ പൊളിഞ്ഞില്ല തന്റെ 3 സെക്കൻഡ് റൂള്. അല്ലല്ല, ഞാൻ മറ്റേ പ്ലെയിൻ ആയിട്ടുള്ള സ്ഥലത്ത് പ്ലെയിൻ ആയിട്ടുള്ള സ്ഥലത്ത് കോഴിത്തിട്ട് കിടക്കുന്നു. അപ്പൊ പ്ലെയിൻ ആയിട്ടുള്ള സ്ഥലത്ത് കോഴിട്ടാ നമ്മളിതിലില്ല, കണ്ടാ മതി. എടുത്ത് കഴിക്കും നീ? ഞാൻ കഴിക്കത്തില്ല, എനിക്ക് അണ്ടർ 3 സെക്കൻഡ് റൂൾ ഇല്ല, തനിക്കല്ലേ റൂളുള്ളേ. ഇതിപ്പോ എന്റെ തലയിലേക്ക് അയക്കുക പ്ലേറ്റ് തീരണ അണ്ടർവേഡ് അണ്ടർ 3 സെക്കൻഡ് പറയുന്നത്. എങ്ങനെയുണ്ട് ബ്രോ മന്തി? എങ്ങനെയുണ്ട് മന്തി? എങ്ങനെയുണ്ട്? അടിപൊളിയാണോ? കഴിക്കടാ നാണം കെട്ടവരെ. കുരുമുളക് ഇച്ചിരി മാറ്റ്, കുരുമുളകൊക്കെ വേണം. ഒരു കുടം വെള്ളം ഇങ്ങനെ ഇറങ്ങിയിട്ടില്ല. വിശന്നിരിക്കുമ്പോ ഇത് കാണുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നിങ്ങളും ആ സാഹചര്യത്തിൽ നമ്മുടെ പകുതിയോളം സബ്സ്ക്രൈബേഴ്സ് ഫുഡ് കഴിക്കുമ്പോഴാണ് നമ്മുടെ വീഡിയോസ് കാണുന്നത്. എന്നിട്ട് ഇവന്റെ ആരും മെസ്സേജ് ഞാൻ ഫുഡ് കഴിക്കാൻ നേരത്താണ്, നിങ്ങളുടെ ചായ കുടിക്കാൻ നേരത്താണ് നിങ്ങൾ കാണുന്നത്. ശരിയാട്ടോ, ഞാനും പണ്ട് കോളേജ് പഠിക്കുന്ന ടൈമില് വീട്ടോക്സിന്റെ പണ്ടത്തെ വീഡിയോസ് ഫുഡ് വീഡിയോസ് കണ്ടോരുന്നത്. ആക്ച്വലി ഞാനും നമ്മുടെ വീഡിയോസ് ഇടയ്ക്ക് കാണുന്നത് എന്തെങ്കിലുമൊക്കെ കഴിക്കുമ്പോൾ. നിനക്ക് വേറെ ടൈം ഇല്ലല്ലോ, അതല്ല കഴിക്കുന്നതല്ല ഗ്യാപ്പുള്ളൂ. കഴിക്കുന്ന ഉദ്ദേശിക്കുന്നില്ല, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. കാര്യമില്ല, കളി ആക്ച്വലി എനിക്ക് മാത്രമേ കുഴപ്പമില്ലാത്തുള്ളൂ ഇവിടെ. സൗണ്ട് കേൾക്കാളിയാ, ഇവിടുന്ന് കേൾക്കാം, ഒലിക്കുന്നത് കേൾക്കാം.
വിൻ ചെയ്തു. കഴിഞ്ഞ തരം ഞാൻ ജയിച്ചതിന് മുമ്പ് തരം ജയിച്ചു. അതെങ്ങനെ കഴിഞ്ഞ ബ്രോ ജയിച്ചേ? ഇന്നലെ പാട്ട് ചലഞ്ച് ഞാൻ ഇന്നലെ അല്ലല്ലോ പാട്ട് ചലഞ്ച് ഇട്ടത്. അതെ ഇന്നലെ ഇട്ടല്ലേ? ഓക്കെ ഓക്കെ. പക്ഷേ ഇതാണ് ഫസ്റ്റ് വിന്നർ. അതെ എനിക്കിത് പിടിക്കില്ല. ഇല്ല ഇനി സ്ട്രീക്ക് ഇല്ല. ആർക്കും സ്ട്രീക്ക് തരില്ല. ഇത് ഇനി മൊത്തം ഇനി മൊത്തം ബ്രോ ജയിക്കാൻ നമ്മളൊക്കെ കാണാനായിരിക്കുന്നത്. കണ്ടിരിക്കുന്നു. കള്ളക്കളിയാ ബ്രോ അങ്ങനെ വിളിക്കില്ലേ? മൈക്ക് കൂടെ കേൾക്കാം. ബ്രോ മന്തി കൊള്ളാല്ലേ? ചലഞ്ചും കൊള്ളായിരുന്നു. അപ്പൊ നമുക്കെങ്കിൽ പിന്നെ ചലഞ്ച് നിർത്തിയാലോ? അല്ല ചലഞ്ചിനെ പറ്റി എന്താണ് അഭിപ്രായം? വളരെ മോശം അഭിപ്രായം. വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും.